നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദി കറക്റ്റ് ആൻസർ. ലൈറ്റ് ഇയർ ഈസ് ദി യൂണിറ്റ് ഓഫ്, നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ടൈം, ലെങ്ത്, ഇയർ ആൻഡ് വെലോസിറ്റി. റൈറ്റ്? അപ്പൊ ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇയർ കണ്ട ഉടനെ ടൈം ആണെന്ന് വിചാരിക്കരുത്. ലൈറ്റ് ഇയർ എന്താണ് ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ? ലൈറ്റ് 1 ഇയർ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ആര് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റ് ഇയർ എന്താ? ഡിസ്റ്റൻസ് ആണ്, ഇറ്റ്സ് നോട്ട് ടൈം. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് അല്ലെ? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? ലൈറ്റ് ഇയർ. ലൈറ്റ് 1 ഇയർ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, ടൈം അല്ല. ഓക്കെ, രണ്ടാമത്തത് കിലോ വാട്ട് അവർ ഇസ് ദി യൂണിറ്റ് ഓഫ്. കിലോ വാട്ട് അവർ നമ്മൾ 10th 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എനർജി കൺസംപ്ഷൻ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വാട്ട് മീറ്റർ. എനർജിയുടെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോക്കുക, കിലോ വാട്ട് എന്താണ്? കിലോ വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ് അല്ലെ? കിലോ വാട്ട് പവറിന്റെ യൂണിറ്റ് ആണ്. പവർ എന്തിന്റെ യൂണിറ്റ് ആണ്? ടൈമിന്റെ യൂണിറ്റ് ആണ്. റൈറ്റ്? അപ്പൊ പവർ ഇൻറ്റു ടൈം. ഈ പവർ ഇൻറ്റു ടൈം എന്താ? എനർജി അല്ലേ? റൈറ്റ്? പവർ ഇൻറ്റു ടൈം എന്താണ്? എനർജിയാണ്. അപ്പൊ നമുക്ക് പറയാം കിലോ വാട്ട് അവർ എന്തിന്റെ യൂണിറ്റ് ആണ്? എനർജിയുടെ യൂണിറ്റ് ആണ്. റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു മെഷർ ഡിസ്റ്റൻസ് വി യൂസ് ഡിഫറെന്റ് യൂണിറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് ഒരുപാട് യൂണിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. തന്നേക്കുന്നതിൽ ഏതാണ് ലാർജസ്റ്റ് യൂണിറ്റ്? ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? ഒന്ന് കിലോമീറ്റർ ഉണ്ട്, പിന്നെ ഒന്ന് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്, ദെൻ ലൈറ്റ് ഇയർ ഉണ്ട്, പാർസെക് ഉണ്ട്. ഓക്കെ, കിലോമീറ്റർ നമുക്കറിയാം 1000 മീറ്റർ ആണ് കിലോമീറ്റർ എന്ന് പറയുന്നത്. 1000 മീറ്റർ ആണ് കിലോമീറ്റർ എന്ന് പറയുന്നത്. ദെൻ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്? ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ അറിയണം. എത്രയാണ്? 1.496 ഇൻറ്റു 10⁻11 മീറ്റർ ആണ് അല്ലെ? ഏകദേശം 1.5 ഇൻറ്റു 10⁻11 മീറ്റർ വരും. റൈറ്റ്? ലൈറ്റ് ഇയർ എന്താ? ലൈറ്റ് 1 ഇയർ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ. എത്രയാ? 9.46 ഇൻറ്റു 10⁻15. റൈറ്റ്? 9.46 ഇൻറ്റു 10⁻15 ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പാർസെക്. പാർസെക് എന്താ? പാർസെക് എന്ന് പറയുന്നത് 3.08 ഇൻറ്റു 10⁻16 മീറ്റർ ആണ് പാർസെക് എന്ന് പറയുന്നത്. 3.08 ഇൻറ്റു 10⁻16 ആണ് 16 മീറ്റർ ആണ് പാർസെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ അറിയാം 1000 മീറ്റർ. അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.496 ഇൻറ്റു 10⁻11 മീറ്റർ, ഏകദേശം 1.5 ഇൻറ്റു 10⁻11. ലൈറ്റ് ഇയർ, ലൈറ്റ് 1 ഇയർ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് വാക്വത്തില് 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. പാർസെക് എന്താണ്? 3.08 ഇൻറ്റു 10⁻16 മീറ്റർ ആണ്. ഏതാ വലുത് നോക്കി? ഇവിടെ പവർ 10⁻11 10⁻15 ആണ്, ഇവിടെ 10⁻16 ആണ് അല്ലെ? നോക്കി, പാർസെക് ആണ് ഏറ്റവും വലുത്. അറിയണം, പാർസെക് ആണ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്. പാർസെക് ആണ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിക്ക് ഔട്ട് ദി ഫണ്ടമെന്റൽ യൂണിറ്റ് ഫ്രം ദി ഫോളോയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി ഫണ്ടമെന്റൽ യൂണിറ്റ് ഫ്രം ദി ഫോളോയിങ്. സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, ന്യൂട്ടൺ, ജൂൾ. തന്നിരിക്കുന്ന ഓപ്ഷന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്? എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? എത്ര എണ്ണം ഉണ്ട്? നമുക്കറിയാം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതാണ് ഏറ്റവും ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. റൈറ്റ്? ആ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചാണ് നമ്മൾ മറ്റു ക്വാണ്ടിറ്റീസിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെന്ത് പറയും? നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയും. റൈറ്റ്? അപ്പൊ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അറിയാലോ. ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇങ്ങനെ 7 ഉണ്ട്. കൂടെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ഉണ്ട് അല്ലെ? സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളും. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്? സെക്കൻഡ്, ടൈമിന്റെ യൂണിറ്റ് അല്ലേ? ടൈം എന്ത് ക്വാണ്ടിറ്റി ആണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിരുന്നല്ലോ. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. 7 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിലേതാ? സെക്കൻഡ് ആണ് ഓപ്ഷൻ. ഓക്കെ, സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആണ്? ടൈമിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആണ് അല്ലെ? അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. ന്യൂട്ടൺ ഫോഴ്സ് ആണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. ജൂൾ എനർജി അല്ലെങ്കിൽ വർക്കിന്റെ ആണ്, അതും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. സെക്കൻഡ് ടൈമിന്റെ യൂണിറ്റ് ആണ്. സോ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്താണ് ഡയമെൻഷൻ? സെക്കൻഡ് പാർട്ട്, റൈറ്റ് എനി 2 യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഓക്കെ, ഇപ്പൊ എന്താണെന്ന് പറയാം. ഡയമെൻഷൻ ഒരു ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ ഫോഴ്സ്. ഫോഴ്സ് നമുക്കറിയാം
എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. മാസ് ഡയമെൻഷൻ എം ആണ്. ആക്സലറേഷൻ അറിയാലോ, LT⁻², ബൈ ഹാർട്ട് ചെയ്യണം. LT⁻² ആണ് ആക്സലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്താണ്? MLT⁻² ആണ്. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്താണ്? MLT⁻² ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു ക്വാണ്ടിറ്റിയെ ഇൻ ടൈംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലെ? F ഈസ് ഈക്വൽ ടു MLT⁻² അല്ലേ? അതിൽ എമ്മും എല്ലും ടിയും ആരാണ്? മാസ്, ലെങ്ത്, ടൈം ആണ്. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ടൈംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവർ ആണ് ആര്? ഡയമെൻഷൻ. എന്താണ്? ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ടൈംസിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവർ ആണ് ആര്? ഡയമെൻഷൻസ്. അതായത് M⁻1 അല്ലേ? അപ്പൊ ഡയമെൻഷൻ എന്താണ്? 1 ആണ്. 1 ഇൻ മാസ് എന്ന് പറയും. അതുപോലെ L⁻1 അല്ലേ? അപ്പൊ 1 ഇൻ ലെങ്ത് എന്ന് പറയും. T⁻² ആണ്. അപ്പൊ ഡയമെൻഷൻ എന്തായി? -2 ഇൻ ടൈം എന്ന് പറയും. അപ്പോ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? 1 ഇൻ മാസ്, 1 ഇൻ ലെങ്ത്, -2 ഇൻ ടൈം. ഡയമെൻഷൻ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് പവർ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് പവർ മാത്രം പറഞ്ഞാൽ മതി. 1 ഇൻ മാസ്, 1 ഇൻ ലെങ്ത്, -2 ഇൻ ടൈം. ഓക്കെ, അപ്പൊ ഡയമെൻഷൻ ആക്ച്വലി എന്താ? പവേഴ്സ് ടു വിച്ച് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റൈസ്ഡ് in order to express a physical quantity. ഓക്കെ, ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ പവർ ആയിട്ട് വരുന്നതാണ് ആര്? ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് 3 ടേംസ് കൂടെ ഞാൻ പറയാം. നോക്കിയിരിക്കുക എല്ലാവരും, ക്ലിയർ ചെയ്യാണ്. 3 ചെറിയ ടോപ്പിക്സുകളുണ്ട്. ഒന്ന് ഡയമെൻഷൻ, ഒന്ന് ഡയമെൻഷണൽ ഫോർമുല, ഒന്ന് ഡയമെൻഷണൽ ഇക്വേഷൻ. ഡയമെൻഷണൽ ഇക്വേഷൻ ഇങ്ങനെ 3 ടോപ്പിക്കുകളുണ്ട്. എല്ലാം റിലേറ്റഡ് ആണ്, പക്ഷെ എങ്കിലും ഡിഫറെന്റ് ആണ്, മാറിപ്പോലും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫോഴ്സിന്റെ ഡയമെൻഷൻ വെച്ച് പറയാം. F ഈസ് ഈക്വൽ ടു എന്താ? നമുക്ക് കിട്ടിയ ഡയമെൻഷൻ MLT⁻² ആണ് ഡയമെൻഷൻ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? MLT⁻² ആണ്. റൈറ്റ്? ഡയമെൻഷൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പവർ മാത്രം പറഞ്ഞാൽ മതി. അതായത് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ഇൻ മാസ്, 1 ഇൻ മാസ്, അതുപോലെ 1 ഇൻ ലെങ്ത്, 1 ഇൻ ലെങ്ത്, അതുപോലെ -2 ഇൻ ടൈം. ഇതാണ് എന്ത്? ഡയമെൻഷൻ. പവർ മാത്രം മതി. എന്നാൽ ഡയമെൻഷണൽ ഫോർമുല പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ എക്സ്പ്രഷൻ കംപ്ലീറ്റ് പറയണം. ദാറ്റ് ഈസ് MLT⁻² ആണ് എന്ത്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ്. ഫോർമുല ചോദിക്കുന്ന സമയത്ത് ആ എക്സ്പ്രഷൻ കംപ്ലീറ്റ് വേണം. ഒരെണ്ണം കൂടി ഉണ്ട്. എന്താ ഡയമെൻഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ? ഇക്വേഷൻ നമ്മൾ എന്ത് വേണം? ഒരു ഈക്വൽ ടു വേണ്ടേ? അപ്പോൾ ഈക്വൽ ടു ഇട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സിനെ ലെഫ്റ്റ് എഴുതും, റൈറ്റ് ഹാൻഡ് ഫോർമുല എഴുതും. എങ്ങനെ എഴുതും? ബ്രാക്കറ്റിനകത്ത് എഴുതും MLT⁻². ഓക്കെ, ക്ലിയർ? 3 കാര്യങ്ങൾ. ഡയമെൻഷൻ ആണെങ്കിൽ പവർ മാത്രം മതി. ഡയമെൻഷൻ ഫോർമുല ആണെങ്കിൽ ആ എക്സ്പ്രഷൻ കംപ്ലീറ്റ് വേണം. ഇക്വേഷൻ ആണെങ്കിൽ ഈക്വൽ ടു 2 സൈഡും ചെയ്യാം. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആ ക്വാണ്ടിറ്റി എഴുതാം, അപ്പുറം ഡയമെൻഷൻ ഫോർമുല എഴുതാം. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. Dimensions are powers to which fundamental quantities are raised in order to express a physical quantity. Okay. Next, write any 2 uses of dimensional analysis. അങ്ങനെ 3 യൂസ് പറയാം. 3 യൂസ് ഉണ്ട്. ഒന്നാമത്തെ യൂസ്, to check the correctness of an equation. To check the correctness of an equation. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. To check the correctness of an equation. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം പോയിന്റ്സ് മാത്രമാണ്. To check the correctness of an equation. Okay. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, to derive a relationship between different quantities. Second application. രണ്ടു എഴുതും. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഉണ്ട്, to convert a unit from one system to another. One system to another. ഇങ്ങനെ 3 ആപ്ലിക്കേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ 2 എഴുതിയാൽ മതി. 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നോട്ട് ചെയ്താൽ മാത്രം മതി. ഓരോന്നും എന്തൊക്കെയാണ് പ്രോബ്ലം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ to check the correctness of an equation. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ to derive a relationship between
different quantities. For example, F equal to ma square. ആ ഇക്വേഷന്റെ എടുത്ത് ആ റിലേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. നമുക്കറിയാം ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഡൈൻസ് എന്താണ്? അതും ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് ന്യൂട്ടനെയും ഡൈനും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ എത്ര ഡൈൻ ആണ്? 10⁵ ഡൈൻസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാ മൂന്നാണ് ആപ്ലിക്കേഷൻ. ഓരോന്നിനും പ്രോബ്ലംസ് ഉണ്ട്, വരും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 2 മാർക്ക് കിട്ടിയല്ലോ, ക്ലിയർ അല്ലേ? Next one. Pick out the odd one in the given pairs. തന്നേക്ക് നിന്ന് ഓഡ് വൺ പിക്ക് ചെയ്യണം. ആരെ മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് അല്ലേ. അപ്പോ ഒന്നാമത്തത് ആംഗുലർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി, വർക്ക് ആൻഡ് എനർജി, ആംഗിൾ ആൻഡ് സ്ട്രെയിൻ, ഇമ്പൾസ് ആൻഡ് മൊമെന്റം. അറിഞ്ഞിരിക്കുക, ആംഗുലർ വെലോസിറ്റിക്കും ഫ്രീക്വൻസിക്കും ഒരേ ഡയമെൻഷൻ ആണ്, T⁻⁻1. T⁻⁻1. ഓക്കെ. വർക്ക് ആൻഡ് എനർജി സെയിം ഡയമെൻഷൻ ആണ്. ഡയമെൻഷൻ എന്താണ്? ml² T⁻². ml² T⁻². ബൈഹാർട്ട് ചെയ്യണം, വർക്ക് എനർജി ഒക്കെ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി ഡയമെൻഷൻ എന്തായിരുന്നു? T⁻². രണ്ടും സെയിം ഡയമെൻഷൻ ആണ്. ആംഗിൾ ആൻഡ് സ്ട്രെയിൻ ഡയമെൻഷൻ ഇല്ല, നോ ഡയമെൻഷൻ, ഡയമെൻഷൻ ഇല്ല. റൈറ്റ്. അടുത്തത് ഇമ്പൾസ് ആൻഡ് മൊമെന്റം. ഇമ്പൾസ് ആൻഡ് മൊമെന്റം എന്ന് പറയുമ്പോൾ അത് രണ്ടും സെയിം ഡയമെൻഷൻ ആണ്. എന്താണ് ഇമ്പൾസ് മൊമെന്റം? മൊമെന്റം ഇക്വേഷൻ ആലോചിച്ച് മൊമെന്റം എന്താ? മൊമെന്റം എന്ന് പറയുന്നത് P = mv അല്ലേ? mv ആണ് അല്ലേ? അപ്പൊ മാസിന്റെ എന്താ? m ആണ്, വെലോസിറ്റി Lt⁻⁻1. അപ്പൊ മൊമെന്റത്തിന്റെ എന്താ? mL⁻⁻1. അത് തന്നെയാണ് ഇമ്പൾസും. കാരണം ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്, പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ mL⁻⁻1. mL⁻⁻1. ഓക്കെ. അപ്പോ ഏതായിരിക്കും മോഡ് എന്ന് പറയുന്നത്? ഇത് രണ്ടും സെയിം ഡയമെൻഷൻ. എന്താണ് ആംഗുലർ വെലോസിറ്റി അറിയാലോ അല്ലെ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ ആണ്, ആംഗിൾ ഡയമെൻഷൻ ഇല്ല. അപ്പൊ ബൈ ടൈം, അപ്പൊ ടൈം ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ബൈ ടൈം എന്ന് പറയുമ്പോൾ താഴെ ടി വരും, അത് മുകളിൽ പോകുമ്പോൾ T⁻⁻1. ഫ്രീക്വൻസി നമുക്കറിയാം, അത് 1/time ആണ്, അപ്പോഴും 1/t ആണ്, ഡയമെൻഷൻ T⁻⁻1 ആണ്. റൈറ്റ്. വർക്ക് എനർജി അറിയാലോ, ml² T⁻². ആരെങ്കിലും ഉണ്ടാക്കുക. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് mL⁻⁻2 ആണ്, ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ ml² T⁻². അതുപോലെ എനർജി തന്നെയാണ്. ഓക്കെ. ആംഗിൾ ആൻഡ് സ്ട്രെയിൻ നോ ഡയമെൻഷൻ. ഇമ്പൾസ് മൊമെന്റം പറഞ്ഞു, mL⁻⁻1. അങ്ങനെയാണ് ഏതാ ഓഡ് വൺ? ഓഡ് എന്തായിരിക്കും? ഇതായിരിക്കും അല്ലെ? ഡയമെൻഷൻ ഇല്ലാത്തല്ലേ? ബാക്കി എല്ലാത്തിനും 3 ഡയമെൻഷൻ ഉണ്ട്, സെയിം ആണ്. അടുത്തത് നെക്സ്റ്റ് വൺ. വൺ ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ അല്ലെ? 1 ലൈറ്റ് ഇയർ ഈസ് എത്ര മീറ്റർ ആണ്? ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. എത്രയുടെ വാല്യൂ എന്ന് പറയുന്നത്? 9.46 into 10⁻15 മീറ്റർ ആണ്. 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.46 into 10⁻15 മീറ്റർ ആണ്. ആരാ മാർക്കിന്റെ ക്വസ്റ്റ്യൻ? എളുപ്പമായിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. Ear and light here have the same dimensions. Intensity of gravitational field has the same dimensions as that of acceleration. 1 angstrom is the mean distance between sun and earth. Parsec is a unit of time. 4 ഓപ്ഷനകത്ത് ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ് ആയിട്ട് വേണം. ഓക്കെ, നമുക്ക് ഓരോ നോക്കാം. ഇയർ ആൻഡ് ലൈറ്റ് ഇയർ ഹാവ് സെയിം ഡയമെൻഷൻ. ശരിയാണോ? ഇയർ എന്താ? ടൈം ആണ്, ടൈമാണ്. എന്നാൽ ലൈറ്റ് ഇയർ എന്താ? ടൈം ആണോ? അല്ല, ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതെന്താ? എല്ലാ ഡയമെൻഷൻ. അപ്പൊ ശരിയാണോ? അല്ല. ഫോഴ്സ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അടുത്തത്, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് സെയിം ഡയമെൻഷൻസ് ആസ് ദാറ്റ് ഓഫ് ആക്സലറേഷൻ. ഇത് ശരിയാണ്. ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ ഒക്കെ പഠിക്കാനുണ്ട്, GM/R² ഇക്വേഷൻ പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ അതാണ് കറക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇതിൽ ബാക്കി നമുക്ക് നോക്കാം. 1 angstrom is the mean distance between sun and earth. ശരിയാണോ? 1 angstrom അല്ല, 1 AU ആണ്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. 1 angstrom നമുക്കറിയാം 10⁻⁻10 മീറ്റർ ആണ്, ചെറിയ യൂണിറ്റ് ആണ് അല്ലെ? സൈസ് ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നതൊക്കെയാണ് 1 angstrom എന്ന് പറയുന്നത്. ചെറുതാണ്, വളരെ ചെറുതാണ്. അടുത്തത്, പാർസെക് ഈസ് എ യൂണിറ്റ് ഓഫ് ടൈം. ശരിയാണോ? അല്ല. സെക്കൻഡിന്റെ ഉടനെ പറയുന്നത് പാർസെക്കൻഡ് എന്തല്ല, ടൈമിന്റെ യൂണിറ്റ് അല്ല, അത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ്. ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ് പാർസെക്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്?
ബി ആണ് ഓപ്ഷൻ. ഇപ്പൊ ഇവൻ ബി അറിയില്ലെങ്കിൽ പോലും നമുക്ക് എയും സിയും ഡിയും തെറ്റാണെന്ന് അറിയാമോ? ഓക്കെ, അത് ഈ ചാപ്റ്ററിലുള്ള കാര്യമാണല്ലോ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Next one. Mechanical power is represented by P is equal to Fe plus AV cube rho, where F is the force, V is the velocity, A is the area and rho is the density. അത് നമ്മൾ ചെയ്തതാണല്ലേ. അതിലൊരു ക്വസ്റ്റ്യൻ മാത്രം വിട്ടുപോയിട്ടുണ്ട്. ഏതാണ് വിട്ടുപോയത്? ഈ പറയുന്ന which of the following equations can be obtained by the dimensional method? Which of the following equations can be obtained by the dimensional method? നമ്മൾ എയും ബിയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതിൽ സി ആണ് ചെയ്യാത്തത്. അറിഞ്ഞു വെക്കുക, ഈ ഡയമെൻഷൻ അനാലിസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താ ലിമിറ്റേഷൻ? നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇ റേസ് ടു എക്സ്, ലോഗ് എക്സ്, സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് ഇതുപോലത്തെ ഫംഗ്ഷനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇ റേസ് ടു എക്സ്, ലോഗ് എക്സ്, സൈൻ എക്സ്, കോസ് എക്സ് തുടങ്ങിയ ഫംഗ്ഷൻസ് ഉള്ള ഇക്വേഷൻ ഒന്നും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഏതാ വരിക നോക്കി? ഇതല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ആരാണ്? അവിടെ ഉണ്ടല്ലോ, e raised to minus lambda t. ഓക്കെ, അതൊരു ലിമിറ്റേഷൻ ആണ്. ഇത്തരം ഫംഗ്ഷൻ ഉള്ള ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഏത് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറ്റാത്തതാണ്. റൈറ്റ്? അപ്പൊ e raised to minus lambda t ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത്തരം ഇക്വേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഡെറൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A student was asked to write the equation for displacement at any instant in a simple harmonic motion of amplitude A. He wrote the equations as y equal to a sin 2 pi v by k into t, where v is the velocity at instant t. For the equation to be dimensionally correct, what should be the dimensions of k? ഒരു ഇക്വേഷൻ നമുക്കറിയാം, y equal to a sin 2 pi v by k into t ആണ്. What is y? y ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതില് v ഉണ്ട്, v is velocity, t ഉണ്ട്, t ടൈം ആണ്, a is amplitude. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് k കാണണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യം ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. y is equal to a sin 2 pi v by k into t. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതില് ഡയമെൻഷൻ ഓഫ് കെ ആണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. ഡയമെൻഷൻ ഓഫ് കെ ആണ് നമുക്ക് കാണേണ്ടത്. ഡയമെൻഷൻ ഓഫ് കെ ആണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചിരിക്കാം. ഈ സൈൻ ഫംഗ്ഷന്റെ അകത്ത് എപ്പോഴും എന്തേ വരത്തുള്ളൂ? ആംഗിളേ വരത്തുള്ളൂ. നമുക്കറിയാം സൈൻ 30, സൈൻ 45 എന്നൊക്കെ പറയുമ്പോൾ 30, 45 എന്താണ്? ആംഗിൾ ആണ്. അല്ലെങ്കിൽ ഈവൻ റേഡിയൻ ആണെങ്കിൽ പോലും സൈൻ 5/2 എന്നൊക്കെ പറയുമ്പോൾ 5/2 എന്താ? ആംഗിൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സൈനിന്റെ അകത്തുള്ള ഇതെന്താ? അതൊരു ആംഗിൾ ആണ്. ഓക്കെ, അതൊരു ആംഗിൾ ആണ്. 2 pi v t by k എന്താണ്? ഒരു ആംഗിൾ ആണ്. ക്ലിയർ? പറയാൻ കാരണം എന്തായിരിക്കും? ഈ ആംഗിളിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ആംഗിൾ ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ആംഗിൾ ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡയമെൻഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ 2 pi v by k into t ഡയമെൻഷൻ എന്തായിരിക്കും? ഇല്ല, ഡയമെൻഷൻ ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് പറയാം 2 pi v by k into t ക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അതൊരു ഡയമെൻഷൻലെസ് ടേമാണ്. ഓക്കെ, നോ ഡയമെൻഷൻ. 2 pi v t by k ക്ക് ഡയമെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മുകളിലത്തെയും താഴത്തെയും എന്ത് ചെയ്യണം? ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. അപ്പോഴത് പരസ്പരം ക്യാൻസൽ ആയി പോകത്തുള്ളൂ. ഓക്കെ, 2 pi v t by k എന്ന് പറയുമ്പോൾ എന്താ? അതൊരു ഫ്രാക്ഷന്റെ ഫോമിലാണ്. അപ്പൊ 2 pi v t by k ക്ക് ഡയമെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മുകളിലത്തെയും താഴത്തെയും ഡയമെൻഷൻ അവിടെ ഈക്വൽ ആയിരിക്കണം. അപ്പോഴേ പരസ്പരം ക്യാൻസൽ ആയി പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടി. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഡയമെൻഷൻ ഓഫ് എന്താണ്? k is equal to dimension of 2 pi v t. Clear? ആലോചിക്കാം. 2 pi കോൺസ്റ്റന്റ് അല്ലെ. 2 പൈയുടെ വാല്യൂ 3.14. കോൺസ്റ്റന്റ് നമ്പേഴ്സിന് എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ 2 pi നോക്കേണ്ട ആവശ്യമില്ല. അതിന് ഡയമെൻഷൻ ഇല്ല. ബാക്കിയുള്ള മാത്രം നോക്കിയാൽ മതി. ബാക്കി ആരുടെ? v ഉണ്ട്, t ഉണ്ട്. v is velocity, ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. t is time. ലെഫ്റ്റ് നോക്കി, ലെഫ്റ്റ് എന്താ ഉള്ളേ?
ഡയമെൻഷൻ ഓഫ് കെ ആണ് അല്ലെ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഡയമെൻഷൻ ഓഫ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടി ഡയമെൻഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു എന്താണ്? ഡയമെൻഷൻ ഓഫ് ബി അറിയാലോ, അറിയണം. എന്താണ് വെലോസിറ്റി ഡയമെൻഷൻ? LT raised to -1 ഇൻറ്റു അടുത്തത് ഇൻറ്റു ടി കൂടെ ഉണ്ട്. ടി ആരാ? ടൈം ആണ് അല്ലെ. അപ്പൊ ഇൻറ്റു എന്ത് വരും? ടൈം വരും. ഇൻറ്റു ടൈം വരും. എന്താ പറ്റുക? ടി ഇൻറ്റു ടി റേസ്റ്റ് -1 രണ്ടും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഡയമെൻഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? നമുക്ക് എൽ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാ പോയിന്റ്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ y is equal to a sin, ഇക്വേഷൻ y is equal to a sin 2π v by k into t ആയിരുന്നു. അതിലൊരു ഫംഗ്ഷൻ ഉണ്ട് സൈൻ. എന്താണ് സൈനിന്റെ പ്രത്യേകത? സൈനിന്റെ അകത്ത് എപ്പോഴും ആംഗിളേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരു കാര്യം കിട്ടി, 2π vt by k എന്താണ്? ആംഗിൾ ആണ്. എന്താണ് ആംഗിളിന്റെ പ്രത്യേകത? ആംഗിളിന് യൂണിറ്റ് ഉണ്ട്, ബട്ട് ഡയമെൻഷൻ ഇല്ല. അപ്പൊ 2π v by k into t ക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. 2π vt by k ക്ക് ഡയമെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അപ്പോഴേ ക്യാൻസൽ ആയി പോകത്തുള്ളൂ. ഡയമെൻഷൻ ഇല്ലല്ലോ, അതുകൊണ്ട് മാത്രം. ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് മുകളിലത്തെ താഴത്തെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോഴേ ക്യാൻസൽ ആയി പോകത്തുള്ളൂ. ക്ലിയർ? അപ്പൊ ഡയമെൻഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് 2π vt എഴുതാം. അതിൽ തന്നെ 2π ഉണ്ട്. 2π ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. 2 × 3.14 ഡയമെൻഷൻ ഇല്ല, അത് ഒഴിവാക്കാം. ബാക്കി എന്താ ഉള്ളത്? v × t. vt ഒഴിവാക്കാൻ പറ്റത്തില്ല. v വെലോസിറ്റി ആണ്, LT raised to -1, t ടൈം ആണ്, t. അപ്പൊ LT raised to -1 into t എന്ന് വരും. t ക്യാൻസൽ ആവും. ബാക്കി എന്താ കിട്ടുക? ഡയമെൻഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു L എന്ന്. ഡയമെൻഷൻ ഫോർമുല എന്താണ്? ഇപ്പൊ കെ L ആണ്. ഡയമെൻഷൻ എന്താ? 1 in length. ക്ലിയർ? ഓക്കെ അല്ലേ? ഈസി അല്ലേ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ആണ് കേട്ടോ. അതിൽ തന്നെ ബി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതിൽ ബി ഇമ്പോർട്ടന്റ് ആയിരുന്നു, പക്ഷേ ഫോക്കസ് ചെയ്തിരിക്കത്തില്ല. അപ്പൊ നമുക്കത് ആവശ്യമില്ല. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. Next question. All physical quantities can be expressed in terms of dimensions. Write the physical quantities of the following dimensions. Okay. Write the physical quantities of the following dimensions. Ara plus ara mark ഉണ്ട്. രണ്ടാമത്തെ check whether the equations t is equal to 2π into root of m by g is dimensionally correct. അത് വേറെ ഇക്വേഷൻ ആണ് പറയാം. ഒന്നാമത്തെ a പാർട്ട് ചെയ്യാം. അവിടെ ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നില്ല. ml t raised to -1 ആയിരുന്നു. ml t raised to -1 ആയിരുന്നു. ml t raised to -1 ആയിരുന്നു കേട്ടോ. t raised to 1 ആണുള്ളത്, t raised to -1 ആയിരുന്നു. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അടുത്തത് ml2 t raised to -2 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം. എന്താണ് ml t raised to -1? ഇത് എന്തിന്റെ ഡയമെൻഷൻ ആണ്? ബൈ ഹാർട്ട് അറിയായിരിക്കും, എങ്കിലും പറയാം. m മാസ് ആണല്ലോ, m മാസ് ആണ് അല്ലെ. LT raised to -1 അത് ലെങ്ത് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഓർത്താ എന്താണ്? വെലോസിറ്റി ആണ്. അപ്പൊ മാസിന്റെ വെലോസിറ്റി അല്ലേ. ആരാ മാസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്? മൊമെന്റം ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ക്വാണ്ടിറ്റി ആരാണ്? മൊമെന്റം എന്ന് പറയാം. ഇനി മൊമെന്റം തന്നെയാണ് ആര്? ഡയമെൻഷൻ ഈക്വൽ ടു വേറെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ആരാണ്? ഇമ്പൾസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ മൊമെന്റം ആവാം, അല്ലെങ്കിൽ എന്താവാം? ഇമ്പൾസ് ആവാം. രണ്ട് ഏതായാലും ആൻസർ ആയാലും കറക്റ്റ് ആണ്. അപ്പോൾ ml t raised to -1 ആണ്. മാസിന്റെ വെലോസിറ്റി ആണ്, ആരാണ്? മൊമെന്റം ആണ്. മൊമെന്റം ആയാലും കുഴപ്പമില്ല, ഇമ്പൾസ് ആയാലും കുഴപ്പമില്ല, രണ്ടും സെയിം ഡയമെൻഷൻ ആണ്. ക്വസ്റ്റ്യനിലെ കറക്ഷൻ നോക്കുക നിങ്ങൾ. t raised to 1 അല്ല, t raised to -1 ആണ്. ഓക്കെ. സെക്കൻഡ് പാർട്ട് ml2 t raised to -2. ml2 t raised to -2 അത് ബൈ ഹാർട്ട് നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. ml2 t raised to -2 എന്ന് പറയുന്നത് എന്തിന്റെ ഡയമെൻഷൻ ആണ്? എന്തിന്റെയാണ്? എനർജി, അല്ലെങ്കിൽ വർക്ക്, അല്ലെങ്കിൽ കപ്പിൾ, അല്ലെങ്കിൽ ടോർക്ക്, ഇതൊക്കെ എന്താ? ഇതിന്റെ എല്ലാത്തിന്റെയും സെയിം ഡയമെൻഷൻ ആണ്. എന്താ ഡയമെൻഷൻ? ml2 t raised to -2. കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഒന്നാമത്തത് ml t raised to -1 അത് മൊമെന്റം ഓർ ഇമ്പൾസ്. രണ്ടാമത്തത് എനർജി ആവാം, വർക്ക് ആവാം, കപ്പിൾ ആവാം, ടോർക്ക് ആവാം. ആ പാർട്ട് കഴിഞ്ഞു. ബി പാർട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. Check whether the equation t is equal to 2π into root of m by g is dimensionally correct. ഒരു ഇക്വേഷൻ ഒന്നേക്കാണ്, അത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നോക്കാം. ഏതാണ് ഇക്വേഷൻ? t is equal to 2π into root of m by g ആണ്.
അത് ഡയമെൻഷനലി കറക്റ്റ് ആണ് ചെക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആപ്ലിക്കേഷൻ പറഞ്ഞ സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഡയമെൻഷൻ അനാലിസിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ്. ഒരു ഇക്വേഷൻ വന്നിട്ട് അത് കറക്റ്റ് ആണ് ചെക്ക് ചെയ്യാൻ പാടില്ല. ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം അല്ലെ. T is equal to 2 pi root m by g. 2 pi root m by g. അപ്പോ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് നോക്കണം. ശ്രദ്ധിച്ചിരിക്കല്ലേ. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, എന്താണ് പ്രിൻസിപ്പിൾ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറയും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് ബേസിക് കാര്യങ്ങൾ പറയാം, അതായിരിക്കും നല്ലത് അല്ലെ. ഒരു ഇക്വേഷൻ A is equal to bx plus c. A is equal to bx plus c എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വിചാരിക്കും. ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ, ഒരു ഇക്വേഷനകത്തുള്ള എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിലാണ് ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കുള്ളൂ. ഒരു ഇക്വേഷന്റെ ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡുമുള്ള എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെയാണ്? ഡയമെൻഷനലി കറക്റ്റ് ആണ്. അതിവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ A is equal to bx plus c ഉണ്ടല്ലോ. A is equal to bx plus c ഉണ്ട്. ടേംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ടേം A, ഒരു ടേം A ഉണ്ട്. വേറൊരു ടേം bx ആണ്. വേറൊരെണ്ണം c ആണ്. ഓക്കെ, അപ്പോൾ ടേംസ് ഏതൊക്കെയാണ്? ടേംസ് എന്ന് പറയുന്നത് A, bx and c. ഓക്കെ, ഇങ്ങനെ മൂന്ന് ടേംസ്. കുഴപ്പമില്ലല്ലോ. ഈ മൂന്ന് ടൈമിന്റെയും ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇങ്ങനെ പറയാം, ഡയമെൻഷൻ ഓഫ് A should be equal to ഡയമെൻഷൻ ഓഫ് bx equal to ഡയമെൻഷൻ ഓഫ് c. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, bx എന്ന് പറയുന്ന ഒറ്റ ടേം ആണ്. b വേറെ x വേറെ എടുക്കരുത്. ഓക്കെ, അവിടെ bx ന്റെ മീനിങ് എന്താ? b into x ആണ്, പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത് അസേ കോൺസെപ്റ്റ് എടുക്കണം. b വേറെ x വേറെ എടുക്കരുത്, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ a ഒരു ടേം, bx ഒരു ടേം, c ഒരു ടേം, അത് മൂന്നിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ക്ലിയർ? അതാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ ബേസിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്.